ഹലോ, ഇന്നത്തെ നമ്മൾ താരം എന്ന് പറയണതേ വേറെ ഒന്നും ആരുമല്ല കേട്ടാ. വേറെ ഒന്നുമല്ല, നമ്മുടെ ചിക്കനാണ്. ചിക്കൻ വെച്ചോണ്ടേ നമുക്ക് ഇന്നൊരു ചിക്കൻ കറി അങ്ങോട്ട് ഉണ്ടാക്കാം. നമ്മളെ പൊറോട്ടയുടെ കൂടെയും അതുപോലെ തന്നെ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ തിന്നാൻ പറ്റിയ നല്ലൊരു ചിക്കൻ കറി. അപ്പോൾ നമുക്കത് ആദ്യം തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ റെസിപ്പീസ് നോക്കാം കേട്ടോ. അപ്പോൾ കായം പറ്റിയ ചിക്കനൊന്ന് കുക്കറിൽ ഒറ്റ വിസിലടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് പെരിഞ്ചീരകം ഇട്ട് പൊട്ടിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. കൂടെ നമ്മളെ താരം കറിവേപ്പില ഇല്ലാണ്ട് ഒരു കറിയും ഇല്ലല്ലോ. അപ്പോൾ അതിട്ടിട്ട് മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ളൊരു ഒരു ചിക്കന് ഞാൻ 5 സബോള ആട്ടോ എടുത്തേക്കണേ. 5 സബോള വെച്ച് നല്ലോണം ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് മൊരിച്ചെടുക്കുന്നുണ്ട്. സബോള നല്ലോണം മൊരിഞ്ഞ് വരുന്ന വരെ നല്ലോണം ഒന്ന് വാട്ടി കൊടുക്കാം കേട്ടോ. നമുക്ക് അത് ഒന്ന് വാടി സെറ്റായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പ് ചേർത്തതിന് ശേഷം അത് നല്ലോണം വാടി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ച് വെച്ചതുണ്ടല്ലോ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ നമുക്ക്. പിന്നെ ഞാൻ ഇതേ റെസിപ്പി തന്നെ എൻ്റെ ആദ്യത്തെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഷോർട്സിൽ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. വീഡിയോ സെക്ഷനിലാണ് ഇത് ഇട്ടേക്കുന്നത്. പിന്നെ എൻ്റെ ചാനൽ എന്തോ വ്യൂസ് ഒന്നും വരുന്നില്ല, അത് കാരണം ഞാൻ പുതിയൊരു കുക്കിംഗ് ചാനൽ തുടങ്ങിയേക്കാണ് കേട്ടോ. അതിൽ റെസിപ്പീസും പിന്നെ മോൻ്റെ വീഡിയോസൊക്കെ ഇടുമ്പോൾ എല്ലാം കൂടി മിക്സ് ആയിട്ടല്ലേ വരുന്നത്. അത് കാരണം ഞാൻ വിചാരിച്ചു റെസിപ്പീസായിട്ടൊരു ചാനൽ തുടങ്ങാം. അങ്ങനെ ഈ ചാനൽ തുടങ്ങിയതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബൊക്കെ ചെയ്യുക കേട്ടോ. എന്നിട്ട് അത് നല്ലോണം ഇഞ്ചിയും പച്ചമുളകും ഇതൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മളെ പൊടികളൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ നമ്മൾ ഗരം മസാല പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം മൂത്ത് വരുമ്പോൾ ഈ പൊടികളും അതിൻ്റെ ഒക്കെ മണം മാറി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാകുമ്പോൾ കുറച്ചും കൂടി ഒന്ന് നല്ലോണം ഗ്രേവി ഉണ്ടാവും. തക്കാളി അരച്ച് ചേർത്താൽ അതാണ് തക്കാളി അരച്ച് ചേർക്കണേ കേട്ടോ. അത് നല്ലോണം ഒന്ന് വാടി സെറ്റായി വരുമ്പോൾ അതിലേക്ക് നമ്മളെ വേവിച്ച് വെച്ചിരിക്കുന്ന കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സബോള അതുപോലെ തന്നെ സബോള വാടി വരുമ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ടിട്ട് മൂപ്പിച്ചതിന് ശേഷം പൊടി ഇട്ടിട്ടുണ്ടാക്കില്ലേ, അതിനും അതുപോലെ തന്നെ തക്കാളി ഇട്ട് വഴറ്റിയതിന് ശേഷം പൊടി ഇട്ടില്ലേ, അതിനും രണ്ടിനും രണ്ട് ടേസ്റ്റാണ് ഇട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതിൽ പൊടി ഇട്ടതിന് ശേഷം അതിൻ്റെ സ്മെല്ലൊക്കെ മാറിയതിന് ശേഷമാണ് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. ശരിക്കും ഇതാണ് കൂടുതൽ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ചിക്കനിൽ ആ മസാല ഒക്കെ പിടിക്കണ വരെ നമുക്ക് നല്ലോണം ഇത് തിളപ്പിക്കാൻ വെക്കാം കേട്ടോ. അത് നല്ലോണം തിളച്ച് കുറുകിയൊക്കെ വരുമ്പോൾ നല്ല ഗ്രേവി പരുവത്തിലായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവാൻ വെച്ചാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റൊക്കെ ചെയ്തോളൂ കേട്ടോ.